അപ്പോൾ നമുക്ക് നമ്മുടെ പടം വരെ സ്റ്റാർട്ട് ചെയ്താൽ ഇത് പാർട്ട് 3 ആണ്. ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിട്ട് കളറിൽ ചെയ്യാമെന്നോർത്ത്, കളറിലല്ല എപ്പോഴും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇവിടെ അടുക്കിപ്പെറുക്കുന്ന കൂട്ടത്തിൽ പെയിൻറ്റ് കിട്ടി. അപ്പോഴത്തേക്കും ഇത് വെച്ച് റാൻഡമായിട്ട് ജസ്റ്റ് ഒരു ഡിസൈനൊന്നും അല്ല, ഇങ്ങനെ വെറുതെ ഒരു പെയിൻ്റായിട്ട് അവിടെ ഇവിടെ ചെയ്ത് കൊടുത്തിട്ട് ഒരു വള വെച്ച് റൗണ്ട്, കാരണം നമ്മളൊരു പൂവാണ് വരക്കാൻ വേണം. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും വലിപ്പം ഒരുപോലെ ആയിരിക്കാനായിട്ടാണ് ആദ്യം ഒരു വള കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിവിടെ പൂ വരച്ച് വെച്ചേക്കണത്. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഇതളിൽ പിന്നെ നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കണതാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ള പരിപാടി. കുറച്ച് സിമ്പിളാണ്, കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, നല്ല രസമാണ്. ഇതിങ്ങനെ ഫിനിഷായി വരുന്നതോളം പൂവൊക്കെ ഇങ്ങനെ എടുത്തെടുത്തെറിയാം. ആ കളറും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ ഈ ഇതളിൻ്റെ ഇവിടെയൊക്കെ ഇച്ചിരി കൂടി നമ്മൾ ഡാർക്കൻ ചെയ്ത് കൊടുത്താൽ കൂടുതൽ ഭംഗിയായിട്ട് കിട്ടും. ഇപ്പം ഞാനിവിടെ 4 ഫ്ലവർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വരയ്ക്കാം, അടുപ്പിച്ചടുപ്പിച്ച് വരച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇതിനെല്ലാം നല്ല ഭംഗിയിലൊക്കെ കിട്ടും. അപ്പം ഞാനിപ്പോൾ ധൃതിപ്പണി ചെയ്യണേ, എന്തായാലും വീഡിയോ ഇടണം, അതുകൊണ്ട് അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് ലൈക്ക് ചെയ്യുക. Please like and subscribe.